Welcome to Fluid Mechanics for degree classes. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഞാനൊരു പോസ്റ്റിംഗ് ഇട്ടിട്ടുള്ളൂ. പോസോയ് ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ബെർണോളിസ് തിയറം ആൻഡ് സോ ഓൺ. ഇത് ഞാൻ പ്യുവർ വെക്റ്റർ ഫോമിലാണ് എടുക്കുക. വെക്റ്റർ അനാലിസിസ് ഡീറ്റെയിൽഡായിട്ട് ഉടൻ തന്നെ ഞാൻ പോസ്റ്റിംഗ് തുടങ്ങുന്നുണ്ട്. അതും കോംപ്ലക്സ് നമ്പേഴ്സും. അപ്പോൾ ഇപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് കണക്റ്റഡ്, സിംപ്ലി കണക്റ്റഡ് റീജിയൺ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ ഭാഗം ഇതൊരു റീജിയണാണ്. ഇവിടെ ഇതിനകം മറ്റൊരു റീജിയൺ. ഇവിടെ ഈ റീജിയണിൽ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് എടുത്താൽ ആ രണ്ട് പോയിൻറ്റ്സിനെ ഏത് കർവ് വെച്ച് കൂട്ടി യോജിപ്പിച്ചാലും ആ കർവിലെ പോയിൻറ്റ്സ് എല്ലാം ഈ റീജിയണിലെ പോയിൻറ്റ്സ് തന്നെയാണെങ്കിൽ അതിനെയാണ് കണക്റ്റഡ് റീജിയൺ എന്ന് പറയുക. അപ്പോൾ ഈ ഫിഗർ അനുസരിച്ച് ദി നോൺ ഷെയ്ഡഡ് റീജിയൻ ആർ ഈസ് കണക്റ്റഡ് ബിക്കോസ് given any 2 points of the region, we can join them by an arc, every point of the arc belonging to the region R. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് റീജിയൻസാണ്. ഇനിയും സിംപ്ലി കണക്റ്റഡ്, നേരെ മറിച്ച് ഇതുപോലെ രണ്ട് ഏരിയ ഇത് തമ്മിൽ കണക്റ്റഡ് റീജിയൻസ് അല്ല. ഇതും കൂടെ എടുത്താൽ ഇത് രണ്ടും കണക്റ്റഡ് റീജിയൻസ് ആവില്ല. കാരണം ഇവിടെ രണ്ട് പോയിൻറ്റ്സ് എടുത്താൽ രണ്ട് പോയിൻറ്റ്സിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കർവ്, ഏത് കർവ് വരച്ചാലും അത് ഇതിൽ കൂടെ കടന്നു പോകണമെന്നില്ലല്ലോ. പക്ഷെ ഇത് ഒറ്റയ്ക്ക് എടുത്താൽ ഇത് രണ്ടും കണക്റ്റഡ് റീജിയൻസാണ്. ഇനിയും ഈ കണക്റ്റഡ് റീജിയൻസിൽ തന്നെ ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ ക്ലോസ്ഡ് കർവ് ഷ്രിങ്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങി ഒരു പോയിൻറ്റിൽ അവസാനിക്കുമ്പോൾ ആ പോയിൻറ്റും ഈ റീജിയണിൽ തന്നെയാണെങ്കിൽ അതിനെ സിംപ്ലി കണക്റ്റഡ് റീജിയൺ എന്ന് വിളിക്കുക. അപ്പോൾ ഈ കേസിൽ കർവ്, ക്ലോസ്ഡ് കർവ് സി, ഇത് ഷ്രിങ്ക് ചെയ്ത ഒരു പോയിൻറ്റിലേക്ക് ഷ്രിങ്ക് ചെയ്താൽ ആ പോയിൻ്റ് ആർ എന്ന് പറയുന്ന റീജിയനിൽ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അത് ഈ ഷെയ്ഡഡ് ഏരിയയിൽ വന്ന് ആയിരിക്കാം ആ ഷ്രിങ്ക് ചെയ്യുന്ന പോയിൻറ്റ്. അപ്പോൾ ഇത് സിംപ്ലി കണക്റ്റഡ് അല്ല. നേരെ മറിച്ച് ഇത് സിംപ്ലി കണക്റ്റഡ് റീജിയനാണ്. ഇതിനകത്തൊരു കർവ് കണ്ടിന്യൂസ് ആയിട്ട് ഷ്രിങ്ക് ചെയ്താൽ ഈ റീജിയനിൽ തന്നെ ഉള്ള ഒരു പോയിൻറ്റിലേക്ക് ഷ്രിങ്ക് ചെയ്യാം. അപ്പോൾ if every closed curve of a connected region can be continuously shrunk to a point of R, we say that the region is simply connected. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. ഫിഗർ 1 കണക്റ്റഡ് ആണ്, ബട്ട് നോട്ട് സിംപ്ലി കണക്റ്റഡ്. ഇത് കണക്റ്റഡുമാണ്, സിംപ്ലി കണക്റ്റഡുമാണ്. അപ്പോൾ സാധാരണ ഒരു പൈപ്പിൻ്റെ ക്രോസ് സെക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സിംപ്ലി കണക്റ്റഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോം ചെയ്യുക. ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനകത്ത് ക്ലോസ്ഡ് സർഫസ് ആണെന്നിരിക്കട്ടെ, ബൗണ്ടിങ് എ വോളിയം ടോ. വോളിയത്തിനുള്ള വി എന്നുള്ള സിമ്പിളിന് വരാൻ ടോ എന്ന് കൊടുക്കുന്നത് കാരണം വി വെലോസിറ്റിക്കുള്ള സിമ്പിളാക്കി കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വോളിയത്തിന് ടോ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എസ് ഈസ് എ സർഫസ് ബൗണ്ടിങ് എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ലൈങ് എൻറ്റയർലി ഇൻസൈഡ് എ ഫ്ലൂയിഡ്, ലിക്വിഡോ ഗ്യാസോ എന്തെങ്കിലും, ഓഫ് ഡെൻസിറ്റി റോ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. ഓരോ സാധനത്ത് ഓരോ ഡെൻസിറ്റി ആകാം. അതുകൊണ്ട് റോ എക്സ് വൈ ഇസഡ് എന്ന് എഴുതിയിരിക്കുന്നത്.
എങ്കിൽ ഡീറ്റോ വോളിയത്തിൽ ഡെൻസിറ്റി റോ ആണ് വോളിയം ഡീറ്റോ എടുത്തു കഴിഞ്ഞാൽ അത്രയും വോളിയത്തിലെ മാസ് ഓഫ് ദി ഫ്ലൂയിഡ് വിൽ ബി വോളിയം ഇൻറ്റു ഡെൻസിറ്റി റോ ഇൻറ്റു ഡോട്ട് ഡീറ്റോ. എങ്കിൽ ഈ സർഫസിനുള്ളിലുള്ള മൊത്തം ഫ്ലൂയിഡിൻ്റെ മാസ്, ഇപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദി ലിക്വിഡ് ഓർ ഫ്ലൂയിഡ് എം ഈക്വൽസ് ഇൻ്റഗ്രൽ ഓവർ ടോ ഓഫ് റോ ഡീറ്റോ. ഇതിനെ വോളിയം ഇൻ്റഗ്രൽ എന്ന് പറയുക. എങ്കിൽ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഇൻ ദി വോളിയം ഡി എം ബൈ ഡി ടി, സമയം മാറുന്നതിനനുസരിച്ച് ഇതിനകത്തെ മാസ് ഓഫ് ദി ഫ്ലൂയിഡ് മാറുന്നെന്നിരിക്കട്ടെ, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഡി എം ബൈ ഡി ടി ഈക്വൽസ്, ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രലും ഡിഫറൻഷ്യൽ എപ്പോഴും ഇൻ്റർചേഞ്ചബിളാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഡിഫറൻഷ്യൽ എടുക്കാം. വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി ടു. ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യലായി എടുക്കുന്നത് കാരണം ടൈം മാത്രമല്ല ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പൊസിഷനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് വൈ ഇസഡ് കോർഡിനേറ്റും മാറുമ്പോൾ റോ മാറാം, ടൈം മാറുമ്പോഴും റോ മാറാം. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുമ്പോൾ അനേകം വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു വേരിയബിളിനെ അനുസരിച്ചുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുമ്പോൾ നമ്മൾ പാർഷ്യലാണെന്നല്ല ഉപയോഗിക്കുക. അപ്പോൾ ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി. ഈ ഡി എം ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഫ്ലൂയിഡിനകത്തെ മാസ് ചേഞ്ച് ചെയ്യുക. ഈ മാസ് ചേഞ്ച് ചെയ്യുന്നത് 3 രീതിയിലാവാം. ഒന്ന്, ഫ്ലൂയിഡ് മേ ബി എൻറ്ററിങ്, ഇത് ഓർ ലീവിങ്. ഇവിടെ നിന്ന് ഫ്ലൂയിഡ് ഇതിലേക്ക് വന്ന് കയറാം, അല്ലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. അങ്ങനെ എം ചേഞ്ച് ചെയ്യാം. അപ്പോൾ എം ക്യാൻ ചേഞ്ച് ഇൻ 3 ways. 1, ഫ്ലൂയിഡ് മേ ബി എൻറ്ററിങ് ഓർ ലീവിങ് എസ്. 2, ഫ്ലൂയിഡ് മേ ബി ക്രിയേറ്റഡ്, ഇതിനകത്ത് ഫ്ലൂയിഡ് ക്രിയേറ്റഡ് ആവാം എന്ന് പറഞ്ഞാൽ ഇതൊരു സോഴ്സ് ആകാം. 3, മാസ് ഫ്ലൂയിഡ് മെറ്റീരിയൽ മേ ബി ഡിസ്ട്രോയിഡ് ഹിയർ, ഇതിനകത്ത് ഈ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ, ഡിസ്ട്രോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിങ്കായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ ഈ മാസ് എമ്മിന് മാറ്റമുണ്ടാകാം. അപ്പോൾ ഇത് ഒന്നുകിൽ ഫ്ലൂയിഡ് ഇതിനകത്തേക്ക് വരാം, അല്ലെ ഫ്ലൂയിഡ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, അല്ലെ ഫ്ലൂയിഡ് ക്രിയേറ്റഡ് ആകാം, അപ്പോൾ അതിനെ സോഴ്സ് എന്ന് വിളിക്കുന്നു, അല്ലെ ഫ്ലൂയിഡ് ഡിസ്ട്രോയിഡ് ആകാം, അപ്പോൾ അതിനെ സിങ്ക് എന്ന് വിളിക്കുന്നു. ഇനി ഈ വെലോസിറ്റിയും മാസും തമ്മിലുള്ള ഒരു റിലേഷൻ, വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് വി എന്നിരിക്കട്ടെ. അപ്പോൾ വി നീളമുള്ള ഒരു സിലിണ്ട്രിക്കൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എന്നും ഇരിക്കട്ടെ. ഒരു സെക്കൻഡിൽ ഈ ക്രോസ് സെക്ഷനിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈ ക്രോസ് സെക്ഷനിൽ വരും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസാണ്. അപ്പോൾ വെലോസിറ്റി വി. അപ്പോൾ വി ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 ഉള്ള ഒരു സിലിണ്ട്രിക്കൽ മാസ്, ആ ഫ്ലൂയിഡിൻ്റെ മാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം ലെങ്ത് ഇൻറ്റു ഏരിയ, ലെങ്തിന് പകരം വെലോസിറ്റി ഇൻറ്റു ഏരിയയ്ക്ക് 1. അപ്പോൾ വോളിയം മൂവിങ് പെർ സെക്കൻഡ് ഈക്വൽസ് വി ഇൻറ്റു 1 ഈക്വൽസ് വി. ഒരു സെക്കൻഡിലെ ദൂരമാണ് വി. എങ്കിൽ മാസ് മൂവിങ് പെർ സെക്കൻഡ്, മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇവിടെ ഇപ്പോൾ വോളിയം വെലോസിറ്റി വി എന്ന് കിട്ടി. ഇപ്പോൾ വി ഇൻറ്റു റോ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എന്ന് എവിടെ കണ്ടാലും ദറ്റ് റെപ്രസെൻറ്റ്സ് ദി മാസ് ഓഫ് എ ഫ്ലൂയിഡ് ക്രോസിങ് യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേസസ് 1 and 2 കൊടുത്തത്. അപ്പോൾ ടോട്ടൽ മാസ് എൻറ്ററിങ് ഓർ ലീവിങ് ദി സർഫസ്. അപ്പോൾ റോ വി ഇതിൻ്റെ വെക്ടർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ റോ ഇൻറ്റു വെക്ടർ വി, ഡെൻസിറ്റി സ്കെയിലറാണ്. ഇത് യൂണിറ്റ് ഏരിയ കൊണ്ട് ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയമാ മാസാണ് റോ വി. എങ്കിൽ ഡി എസ് എന്ന് പറയുന്ന സർഫസിൽ കൂടെ ക്രോസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് റോ വി ഡോട്ട് ഡി എസ്.
എങ്കിൽ എസ് എന്ന് പറയുന്ന ഈ സർഫസിൽ കൂടെ ടോട്ടൽ മാസ് എൻ്ററിങ് ഓർ ലീവിങ് ദി സർഫസ് ക്ലോസ്ഡ് സർഫസ് എസ് എന്ന് പറയുമ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് റോ വി ഡോട്ട് ഡി എസ്. ഈ അപ്പോൾ ആദ്യത്തെ 1, 2 എഫക്റ്റ് ചേഞ്ച് ചെയ്യുന്ന 1, 2 കേസസ് ഇതില്ലാത്ത വരും. ഇനി മൂന്നാമത്തെ കേസ് ഇത് ഒരു സോഴ്സായി ആകാം, അല്ലെ സിങ്ക് ആവാം. അപ്പോൾ സോഴ്സ് എന്നിരിക്കട്ടെ, ലെറ്റ് സൈ എക്സ് വൈ ഇസഡ് ടി ബി ദി എമൗണ്ട് ഓഫ് മാറ്റർ ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. സോഴ്സാണ് ക്രിയേറ്റഡ് പെർ യൂണിറ്റ് വോളിയം. എങ്കിൽ ഡീറ്റോ എന്ന് പറയുന്ന ഇതിനകത്ത് വോളിയത്തിനകത്ത് ക്രിയേറ്റഡ് ആവുന്ന എമൗണ്ട് മെറ്റീരിയൽ, ഫ്ലൂയിഡ് മെറ്റീരിയൽ സൈ ഇൻറ്റു ഡീറ്റോ. എങ്കിൽ ഈ ഇതിനകത്ത് ഉള്ള മൊത്തം മാസ് ക്രിയേറ്റഡ് ആവുന്നത് വോളിയം ഇൻ്റഗ്രൽ ഡീറ്റോ ഇൻ്റഗ്രൽ ഓവർ ടോ സൈ ഡീറ്റോ. ഇതിപ്പോൾ ക്രിയേറ്റഡ് ആകുന്നെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുക വേണ്ടേ. അപ്പോൾ നെറ്റ് ഗെയിൻ ഓഫ് ദി ഫ്ലൂയിഡ്, അതാണ് dm/dt കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ക്രിയേറ്റഡ് ആവുന്നത്, ഇത് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ വരും. ഇപ്പം നെറ്റ് ഗെയിൻ ഓഫ് ദി ഫ്ലൂയിഡ് dm/dt ഈക്വൽസ് ഇൻ്റഗ്രൽ ഓവർ ടോ സൈ ഡീറ്റോ മൈനസ് ഇൻ്റഗ്രൽ ഓവർ എസ് റോ വി ഡോട്ട് ഡി എസ്. ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ കമ്പയർ ചെയ്യുക. അപ്പോൾ dm/dt നേരത്തെ ഇക്വേഷൻ 1 അനുസരിച്ച് റോ ഇതാ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ ഓവർ ടോ സൈ ഡീറ്റോ മൈനസ് ഇൻ്റഗ്രൽ ഓവർ എസ് റോ വി ഡോട്ട് ഡി എസ് ഈക്വൽസ് ഇക്വേഷൻ 1 അനുസരിച്ച് dm/dt ഈസ് ഇൻ്റഗ്രൽ ഓവർ ടോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡീറ്റോ. ഇത് രണ്ടും വോളിയം ഇൻ്റഗ്രലാണ്, ഇത് സർഫസ് ഇൻ്റഗ്രലാണ്. ഈ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലാക്കുന്നതാണ് ഗോസ് ഡൈവേർജൻസ് തിയറം. അതനുസരിച്ച് വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ എന്നാണ്. ഞാനത് വെക്റ്റർ ഫോർ ഫിസിക്സ് എന്നും പറഞ്ഞ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് പിന്നീട് അതിൻ്റെ ഗോസ് തിയറോ സ്റ്റോക്സ് തിയറോ ഒക്കെ പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യും, വേറെ പോസ്റ്റിങ്സ് ആയിട്ട് ചെയ്യും. തൽക്കാലത്തേക്ക് വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ. അത് ഓർത്തിരിക്കാനായിട്ട് ഗ്രീക്ക് പുരാണം അറിയാമല്ലോ, ഒഡീസി. അതിന് വരെ ഇവിടെ വൊഡീസി വൊഡീസി എന്ന് ഓർത്താൽ മതി. വൊഡീസി വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഈക്വൽസ് സർഫസ് ഇൻ്റഗ്രൽ വൊഡീസി. അപ്പോൾ ഇവിടെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ്. ബൈ ചേഞ്ചിങ് ദി സർഫസ് ഇൻ്റഗ്രൽ ടു വോളിയം ഇൻ്റഗ്രൽ യൂസിങ് ഗോസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ ഇത് വോളിയം ഇൻ്റഗ്രൽ ഓവർ ടോ സൈ ഡീറ്റോ മൈനസ് ഇത് വോളിയം ഇൻ്റഗ്രൽ ആകുമ്പോൾ വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് റോ വി ഇൻറ്റു ഡീറ്റോ ഈക്വൽസ് ഇൻ്റഗ്രൽ ഓവർ ടോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡീറ്റോ. ഈ ഇൻ്റഗ്രൽ സൈൻ അങ്ങ് കളയാം, കാരണം വോളിയം ടോ ഇവിടെ ആർബിട്രറിയാണ്. ഏത് വോളിയം ആണെങ്കിലും അത് ആർബിട്രറി. അപ്പോൾ നമുക്ക് യൂണിറ്റ് വോളിയം ടോ 1 എന്ന് എടുത്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഡെൽ ഡോട്ട് റോ വി പ്ലസ് ഈ ഒരു സൈഡിലേക്കാക്കുക പ്ലസ് റോ ബൈ ഡോ ടി ഈക്വൽസ് സൈ. ദിസ് ഈസ് ദി ജനറൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി ഫോർ എ ഫ്ലൂയിഡ്. ഇനി സോഴ്സും സിങ്കും ഇല്ല. ഒരു പൈപ്പ് ആണെങ്കിൽ പൈപ്പിനകത്ത് വെള്ളം ഒഴുകുന്നൊരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ടാങ്കും അല്ല സിങ്കും അല്ല, പൈപ്പ് ഇടയ്ക്കുള്ള പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലിക്വിഡ് ക്രിയേറ്റഡ് ആകുന്നുമില്ല, ഡിസ്ട്രോയിഡ് ആകുന്നുമില്ല. അപ്പോൾ സൈ അങ്ങ് 0 ആകും. അപ്പോൾ ഫോർ നോ സോഴ്സ് ആൻഡ് സിങ്ക് സൈ ഈക്വൽ 0. അപ്പോൾ ഈ ഇക്വേഷൻ ഡെൽ ഡോട്ട് റോ വി പ്ലസ് റോ ബൈ ഡോ ടി ഈക്വൽ 0 എന്നാകും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി. ഇനി ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണെങ്കിൽ, കംപ്രസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, സാധാരണ ലിക്വിഡൊക്കെ ഇൻകംപ്രസിബിൾ എന്ന് പറയാം ഒരു ലിമിറ്റിംഗ് പ്രഷർ വരെ. അപ്പോൾ റോ ഒരു കോൺസ്റ്റൻ്റാണ് എങ്കിൽ റോ ബൈ ഡോ ടി ഇതങ്ങ് 0 ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത്
if the fluid is incompressible, rho equals constant. That means dou rho by dou t is 0. Then we get del dot rho v equals 0. ഈ റോ ഒരു സ്കെയിലറും കോൺസ്റ്റൻറ്റും ഇത് പുറത്തെടുക്കാം. That into 0 or del dot v equals 0. This is the equation of continuity in this special case. ഈ റോ വി എന്ന് പറഞ്ഞ യൂണിറ്റ് ഏരിയ കൂടെ പുറത്തു പോകുന്ന ഓരോ സെക്കൻഡിലും യൂണിറ്റ് ഏരിയ കൂടെ പുറത്തു പോകുന്ന ലിക്വിഡിൻ്റെ അളവെന്ന ഇതിൻ്റെ അർത്ഥം, ഡെൽ ഡോട്ട് വിയുടെ അർത്ഥം. എങ്കിൽ എ എന്ന് പറയുന്ന ഏരിയ കൂടെ പോകുന്നതാകുമ്പോൾ ദിസ് ഇൻറ്റു എ വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് ഭാരതി വരുന്നത്. അപ്പോൾ A1 V1 ഈക്വൽസ് A2 V2 എന്നൊക്കെ നിങ്ങൾ താഴത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വെക്ടർ ഫോമിൽ പറഞ്ഞാൽ ഡെൽ ഡോട്ട് വി ഈക്വൽ 0 ഇഫ് ദി ലിക്വിഡ് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഓർ ദി ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ദർ ഈസ് നോ സോഴ്സ് ആൻഡ് നോ സിങ്ക്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി റെഡ്യൂസസ് ടു ഡെൽ ഡോട്ട് വി ഈക്വൽസ് 0. ഇനി നമുക്ക് ഈ വെലോസിറ്റി, പൊട്ടൻഷ്യൽ, എയ്ലേഴ്സ് ഇക്വേഷൻ, ബെർണോളി എയ്ലേഴ്സ് ഇക്വേഷനൊക്കെ ചർച്ച ചെയ്യണം. അതടുത്ത പോസ്റ്റിങ്സിൽ കാണാം. താങ്ക്